ഹലോ, ഞാൻ എടുക്കാൻ പോകുന്നത് BA/BSc സെക്കൻഡ് സെമസ്റ്റർ ഓഡിറ്റ് എക്സാമിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ 5th പാർട്ട് വീഡിയോ ആണ്. 4 ഭാഗങ്ങളിലായിട്ട് 400ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാദ്യം ആ വീഡിയോസ് പോയിട്ട് കാണാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് 401ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 401ാമത്തെ ക്വസ്റ്റ്യൻ, വാർണിംഗ് അബൌട്ട് സൈക്ലോണിക് ഡിസാസ്റ്റർ ഈസ് കൺവേൻഡ് ത്രൂ. വാർണിംഗ് അബൌട്ട് എ സൈക്ലോണിക് ഡിസാസ്റ്റർ ഈസ് കൺവേൻഡ് ത്രൂ. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എർത്ത് ഇൻറ്റൻസിറ്റി. എർത്ത് ഇൻറ്റൻസിറ്റി നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? ആൻസർ വരുന്നത് എ ആണ്. മോഡിഫൈഡ് മെർക്കലി സ്കെയിലാണ് കേട്ടോ. മോഡിഫൈഡ് മെർക്കലി സ്കെയിലാണ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ എർത്ത് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോയിൻ്റ് ഓർ പ്ലേസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റെക്കോർഡ് ദ സീസ്മിക് വേവ്സ്. ഏത് പോയിൻ്റാണ് അല്ലെങ്കിൽ പ്ലേസ് ആണ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടു റെക്കോർഡ് ദ സീസ്മിക് വേവ്സ്? ആൻസർ വരുന്നത് എപ്പി സെൻറ്റർ ആണ് കേട്ടോ. എപ്പി സെൻറ്റർ എന്ന് പറഞ്ഞാൽ അബവ് ദ ഫോക്കസ് ആണ്. ഓക്കെ, അബവ് ഫോക്കസിൻ്റെ മേലെയുള്ളതാണ് എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് യു ഡു ഇഫ് യു ഹിയർഡ് എ വാർണിംഗ്. നിങ്ങളൊരു വാർണിംഗ് കേൾക്കുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്നാണ് ചോദിക്കുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് ദ വാട്ടർ ക്വിക്ക്ലി ആൻഡ് മൂവ് ടു ഹയർ ഗ്രൗണ്ട്. ഗെറ്റ് ഔട്ട് ഓഫ് ദ വാട്ടർ ക്വിക്ക്ലി ആൻഡ് മൂവ് ടു ദ ഹയർ ഗ്രൗണ്ട് കേട്ടോ. മേലേക്ക് ഇപ്പം പോവില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, when people or government agencies try to control the activities of natural events, the common result is which of the following? When people or government agencies try to control the activities of natural event, the common result is which of the following? Answer വരുന്നത് A ആണ്. Our problem with the nature is transferred elsewhere to someone else or postponed. നമ്മുടെ പ്രോബ്ലം വിത്ത് നാച്ചർ ഈസ് ട്രാൻസ്ഫേർഡ് എൽസ്വെയർ ടു സംവൺ എൽസ് ഓർ പോസ്റ്റ്പോൺഡ്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. നമ്മുടെ പ്രോബ്ലം വിത്ത് നാച്ചർ ഈസ് ട്രാൻസ്ഫേർഡ് എൽസ്വെയർ ടു സംവൺ എൽസ് ഓർ പോസ്റ്റ്പോൺഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ നാഷണൽ ഫയർ സർവീസ് കോളേജ് എസ്റ്റാബ്ലിഷ്ഡ്. എന്നായിരുന്നു നാഷണൽ ഫയർ സർവീസ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആൻസർ വരുന്നത് സി ആണ്. 1956 കേട്ടോ. 1956. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മേജർ കൺട്രോളിംഗ് സിസ്റ്റം ഫോർ റിഡക്ഷൻ ഓഫ് വോൾക്കാനിക് ഡിസാസ്റ്റർ. ഏതാണ് മേജർ കൺട്രോളിംഗ് സിസ്റ്റം ഫോർ റിഡക്ഷൻ ഓഫ് വോൾക്കാനിക് ഡിസാസ്റ്റർ? വോൾക്കാനിക് ഡിസാസ്റ്ററിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള കൺട്രോളിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിക്കുന്നത്. മേജറായിട്ടുള്ള ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. ടൈംലി എവല്യൂഷൻ ആൻഡ് റിലീഫ് വർക്ക്, അതുപോലെ പ്രഡിക്ഷൻ ഫോർ ഏർലി വാർണിംഗ്സ് ഓഫ് എറപ്ഷൻ. ഏർലി നമ്മൾ വാർണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ടൈംലി എവല്യൂഷൻ ആൻഡ് റിലീഫ് വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് ദ എർത്ത് ക്വേക്ക്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക്? ആൻസർ വരുന്നത് ബി ആണ്. സീസ്മോമീറ്റർ ആണ് കേട്ടോ. സീസ്മോമീറ്റർ ആണ് ഇൻറ്റൻസിറ്റി നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക്? ആൻസർ വരുന്നത് റിച്ചർ സ്കെയിലാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് ആണെങ്കിൽ അത് റിച്ചർ സ്കെയിലും, ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ആണെങ്കിൽ അത് സീസ്മോമീറ്ററുമാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ആണെങ്കിൽ സീസ്മോമീറ്റർ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ അളക്കുന്നതെന്നുണ്ടെങ്കിൽ റിച്ചർ സ്കെയിലാണ് കേട്ടോ. Which is not a way that government policies mitigates natural hazards. ഏതാണ് അല്ലാത്തത്, വേ അല്ലാത്തത് ദാറ്റ് ഗവൺമെൻറ് പോളിസി മിറ്റിഗേറ്റ് നാച്ചുറൽ ഹസാർഡ്? ആൻസർ വരുന്നത് ബി ആണ്. ബിക്കകത്ത് എന്താണ് ആൻസർ വരുന്നത് നോക്കാം. കോൺഗ്രസ് ഫണ്ടിങ് എക്സ്പെൻസീവ് ആർമി. ആൻസർ വരുന്നത് ബി ആണ്. കോൺഗ്രസ് ഫണ്ടിങ് എക്സ്പെൻസീവ് ആർമി ക്രോപ്സ് ഓഫ് എഞ്ചിനീയർ പ്രോജക്റ്റ് ടു ബിൽഡ് ഡെവലപ്പിംഗ് അലോങ് റിവേഴ്സ് ആണ്. ഓക്കെ, ബി ആയിട്ട് ആൻസർ വരുന്നത്. ഇതിനകത്ത് എൻ്റെ അകത്ത് ബി എന്നാണ് കൊടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് മാറിപ്പോയത്. ആൻസർ അതല്ല വരുന്നത്. റീലൊക്കേറ്റിംഗ് നാച്ചുറൽ ഡിസാസ്റ്റർ വിക്ടിംസ് ടു മോർ സ്റ്റേബിൾ ഏരിയാസ്. ഓക്കെ, റീലൊക്കേറ്റിംഗ് നാച്ചുറൽ ഡിസാസ്റ്റർ വിക്ടിംസ് ടു മോർ സ്റ്റേബിൾ ഏരിയാസ്. വിച്ച് ഈസ് നോട്ട് എ വേ ദാറ്റ് ദ ഗവൺമെൻറ് പോളിസി മിറ്റിഗേറ്റ്സ് നാച്ചുറൽ ഹസാർഡ്സ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് റീലൊക്കേറ്റിംഗ് നാച്ചുറൽ ഡിസാസ്റ്റർ വിക്ടിംസ് ടു മോർ സ്റ്റേബിൾ ഏരിയാസ്. മോർ സ്റ്റേബിൾ ഏരിയാസിലേക്ക് മാറ്റുക എന്നുള്ളത്. നോട്ട് എ വേ ഓഫ് ദാറ്റ് ഗവൺമെൻറ് പോളിസീസ് മിറ്റിഗേറ്റ്സ് എ നാച്ചുറൽ ഹസാർഡ്സ്. ഓക്കെ, ആൻസർ വരുന്നത് ബി ആണ്. അടുത്ത 411ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നോഡൽ ഏജൻസി അറ്റ് ദ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് ഫോർ കോർഡിനേറ്റിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഫോർ ഓൾ നാച്ചുറൽ ഹസാർഡ്സ്. ഏതാണ് ദ നോഡൽ ഏജൻസി അറ്റ് ദ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് ഫോർ കോർഡിനേറ്റിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഫോർ ഓൾ നാച്ചുറൽ ഹസാർഡ്സ്? ആൻസർ വരുന്നത് എ ആണ്. മിനിസ്റ്റർ ഓഫ് ഹോം അഫെയർസ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് ഹോം അഫെയർസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ സ്ട്രാറ്റജി. ഇതിനകത്ത് ഏതാണ് ഒരു ഡിസാസ്റ്റർ മിറ്റിഗേഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്? എ ആണ് ആൻസർ വരുന്നത്. കൺസ്ട്രക്റ്റിംഗ് സൈക്ലോൺ ഷെൽട്ടേഴ്സ് ആണ് കേട്ടോ. കൺസ്ട്രക്റ്റിംഗ് സൈക്ലോൺ ഷെൽട്ടേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. ഇതിനകത്ത് ഏതാണ് ഒരു കോമ്പണൻ്റ് അല്ലാത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൻ്റെ? ആൻസർ വരുന്നത് സി ആണ്, കൺസ്ട്രക്ഷൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ വരുന്നത്.
അതൊരു കോമ്പണൻ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ല. ഓക്കെ, അതാണ് കൺസ്ട്രക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു ഡ്യൂറിങ് ഹെവി ലൈറ്റനിങ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു ഡ്യൂറിങ് ഹെവി ലൈറ്റനിങ്? ആൻസർ വരുന്നത് എ ആണ്. ലൈ ഓൺ ദ ഗ്രൗണ്ട് ഇൻ എ ഓപ്പൺ പ്ലേസ്. ലൈ ഓൺ ദ ഗ്രൗണ്ട് ഇൻ എൻ ഓപ്പൺ പ്ലേസ്. ഒരു ഓപ്പൺ പ്ലേസിൽ ലൈ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ഈസ് നോട്ട് നീഡഡ് ടു എസ്റ്റിമേറ്റ് സ്ട്രീം ഡിസ്ചാർജ്? ആൻസർ വരുന്നത് എ ആണ്. സ്ട്രീം വെലോസിറ്റി ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ഈസ് നോട്ട് നീഡഡ് ടു എസ്റ്റിമേറ്റ് സ്ട്രീം ഡിസ്ചാർജ്? സ്ട്രീം ഡിസ്ചാർജ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷർമെൻറ്റ് അല്ലാത്തത്, നീഡഡ് അല്ലാത്തതെന്ന് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് എ ആണ്. സ്ട്രീം വെലോസിറ്റി. സ്ട്രീം വെലോസിറ്റിയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് യു ഡു ഇൻ എ ഫ്ലൂഡ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് യു ഡു ഇൻ എ ഫ്ലൂഡ്? ആൻസർ വരുന്നത് സി ആണ്. പുട്ട് വാല്യുവബിൾ ഹൈ അപ്പ്. പുട്ട് വാല്യുവബിൾ ഹൈ അപ്പ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് യു ഡു ഇൻ എ ഫ്ലൂഡ്? ഒരു ഫ്ലൂഡിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതാണ്? പുട്ട് വാല്യുവബിൾ ഹൈ അപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് നാച്ചുറൽ ഹസാർഡ്സ് കോസസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഫെറ്റാലിറ്റീസ് ഇൻ എ യുണൈറ്റഡ് സ്റ്റേറ്റ് ആനുവലി? വർഷാവർഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനകത്ത് നാച്ചുറൽ ഹസാർഡ് ഉണ്ടാകുമ്പോൾ കോസസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഫെറ്റാലിറ്റീസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആനുവലി? ആൻസർ വരുന്നത് എ ആണ്. വോൾക്കാനോസ് ആണ് കേട്ടോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഒരു സംഭവമാണ് വോൾക്കാനോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റീകമൻഡഡ് ഡ്യൂറിങ് ലൈറ്റ്നിങ് ഓഫ് ഓർ തണ്ടർസ്റ്റോം? ആൻസർ വരുന്നത് സി ആണ്. ടേക്ക് ഷെൽട്ടർ അണ്ടർ ഐസൊലേറ്റഡ് ട്രീ. ടേക്ക് ഷെൽട്ടർ അണ്ടർ ഐസൊലേറ്റഡ് ട്രീ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ട്രീയുടെ അടിയിൽ എന്ത് ചെയ്യുക? ഷെൽട്ടർ എടുക്കുക എന്നുള്ളത് നോട്ട് റെക്കമെൻഡ് ഡ്യൂറിങ് ലൈറ്റ്നിങ് ഓർ തണ്ടർ സ്റ്റോം. ഒരു തണ്ടർ സ്റ്റോം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ട്രീൻ്റെ അടിയിൽ പോയിട്ട് ഷെൽട്ടർ എടുക്കാൻ നിൽക്കരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെക്കമെൻഡ് ഡ്യൂറിങ് ലൈറ്റ്നിങ് ഓർ തണ്ടറിങ്? ആൻസർ വരുന്നത് ടേക്ക് ഷെൽട്ടർ ഇൻ എ ബസ് ഓർ കാർ. ടേക്ക് ഷെൽട്ടർ ഇൻ എ ബസ് ഓർ കാർ. ബസ്സിലോ കാറിലോ ഷെൽട്ടർ എടുക്കുന്നതും എന്ത് ചെയ്യാറില്ല? റെക്കമെൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നിക് ആർ യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഓഫ് ഏർലി വാർണിംഗ് ഓഫ് ഇറപ്ഷൻ? വിച്ച് ടെക്നിക് ആർ യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഓഫ് ഏർലി വാർണിംഗ് ഓഫ് ഇറപ്ഷൻ? ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ സീസ്മോളജി? ആരാണ് ഫാദർ ഓഫ് മോഡേൺ സീസ്മോളജിയുടെ ഫാദർ ആരാണ്? ബി ആണ് ആൻസർ വരുന്നത്. ആർ ഡി ഓൾദം. ഓക്കെ, ആർ ഡി ഓൾദം ആണ് കേട്ടോ മോഡേൺ സീസ്മോളജിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡോണ്ട് മെനി കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് ട്രൈ ടു എഡ്യൂക്കേറ്റ് വിസിറ്റേഴ്സ് ആൻഡ് ന്യൂ റെസിഡൻറ്റ്സ് അബൌട്ട് നാച്ചുറൽ ഹസാർഡ്സ് ഇൻ ദിയർ ഏരിയാസ്? ദേ വ്യൂ സച്ച് ഇൻഫർമേഷൻ ആസ് ഡാഷ്? ആൻസർ വരുന്നത് ബാഡ് ഫോർ ബിസിനസ് ആണ്. ബാഡ് ഫോർ ബിസിനസ്. Why don't many coastal communities try to educate visitors and new residents about natural hazards in their areas? They view such information as dash ആണ്. ആൻസർ വരുന്നത് ബാഡ് ഫോർ ബിസിനസ് ആണ് കേട്ടോ. ബാഡ് ഫോർ ബിസിനസ്. ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ്? പെസ്റ്റിസൈഡ്സ്, സെവേജ്, പ്ലാസ്റ്റിക്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ആൻസർ വരുന്നത് സി ആണ്. സി എന്താണ്? ഓൺലി 1, 3 and 4. 1ഉം 3ഉം 4 മാത്രമാണെന്നാണ് പറയുന്നത്. 1 പെസ്റ്റിസൈഡ്സ്, 3 എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ്, 4 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ഇത് ബയോഡിഗ്രേഡബിൾ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ കമ്മ്യൂണിറ്റി ഗെറ്റ് എ ഡിസീസ് അറ്റ് ദ സെയിം ടൈം? അതിന് നമ്മൾ എന്താ പറയുക? എപ്പിഡമിക് എന്നാ പറയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിക്ക വൈറസ് ഇസ് റിലേറ്റഡ് ടു? ആൻസർ വരുന്നത് എന്താ? ഓൾ ഓഫ് ദ എബോവ്. സിക്ക വൈറസ് ഇതിനെല്ലാം റിലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ സെക്രട്ടേറിയറ്റ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ സ്റ്റാൻഡ്സ് ഫോർ? ഇൻ്റർനാഷണൽ സെക്രട്ടേറിയറ്റ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ സ്റ്റാൻഡ്സ് ഫോർ? ആൻസർ വരുന്നത് സി ആണ്. ISDR ആണ് കേട്ടോ. ഇൻ്റർനാഷണൽ സെക്രട്ടേറിയറ്റ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ സ്റ്റാൻഡ്സ് ഫോർ ISDR. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ഡീക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ? ഇൻ്റർനാഷണൽ ഡീക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ സ്റ്റാൻഡ്സ് ഫോർ? ആൻസർ വരുന്നത് ബി ആണ്. IDNAR ആണ് കേട്ടോ. IDNAR, ഇൻ്റർനാഷണൽ ഡീക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? IDNAR ആണ്. IDNAR. ഓക്കെ, ഇൻ്റർനാഷണൽ ഡീക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്ലിയർ കൺസൈസ് ഡോക്യുമെൻറ്റ് വിച്ച് ഔട്ട്ലൈൻസ് പ്രിവെൻറ്റീവ് ആൻഡ് പ്രിപ്പറേറ്ററി മെഷേഴ്സ് ഇൻ ദ ഇവൻറ്റ് ഓഫ് എ ഡിസാസ്റ്റർ ടു മിനിമൈസ് ഇറ്റ്സ് എഫക്റ്റീവ്സ്? ആൻസർ വരുന്നത് എ ആണ്. ഡിസാസ്റ്റർ പ്ലാൻ ആണ് കേട്ടോ. ഒരു ക്ലിയർ കൺസൈസ് ആണ് ഡോക്യുമെൻറ്റ് വിച്ച് ഔട്ട്ലൈൻസ് പ്രിവെൻറ്റീവ് ആൻഡ് പ്രിപ്പറേറ്ററി മെഷേഴ്സ് ഇൻ ദ ഇവൻറ്റ് ഓഫ് എ
ഡിസാസ്റ്റർ ടു മിനിമൈസ് ഇറ്റ്സ് എഫക്റ്റീവ്സ്. ആൻസർ വരുന്നത് ഡിസാസ്റ്റർ പ്ലാനാണ്. ഡിസാസ്റ്റർ പ്ലാനാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിസീസ് ഈസ് കോൾഡ് പാൻഡമിക് വെൻ ഇറ്റ് ഇസ്, സി ആണ് ആൻസർ വരുന്നത്, വിത്തിൻ എ കോണ്ടിനെൻറ്റ്. ഒരു കോണ്ടിനെൻറ്റിനകത്താണെങ്കിൽ അതിനെ നമുക്കൊരു പാൻഡമിക് ആണെന്ന് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിസീസ് ദാറ്റ് ബിക്കംസ് അൺയൂഷ്വലി വൈഡ് സ്പ്രെഡ് ആൻഡ് ഈവൻ ഗ്ലോബൽ ഇൻ ഇറ്റ്സ് റീച്ച് ഇസ് റെഫേർഡ് ടു ആസ്. ആൻസർ വരുന്നത് ബി ആണ്, പാൻഡമിക് ആണ് കേട്ടോ. അതായത് മൊത്തത്തിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് പാൻഡമിക് എന്ന് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂമോണിക് പ്ലാഗ് വിച്ച് ഒക്കേർഡ് ഇൻ സൂറത്ത്, ഗുജറാത്ത് ഇൻ 1994 ഈസ്. ഒരു ന്യൂമോണിക് പ്ലാഗ് ആയിരുന്നു വിച്ച് ഒക്കേർഡ് ഇൻ സൂറത്ത്, ഗുജറാത്തിലുള്ള സ്ഥലമാണ് സൂറത്ത്. ഓക്കെ. സൂറത്ത്, ഗുജറാത്ത് ഇൻ 1994 ഈസ്. ആൻസർ വരുന്നത് എപ്പിഡമിക് ഡിസീസ് ഹസാർഡ് ആണ് കേട്ടോ. എപ്പിഡമിക് ഡിസീസ് ഹസാർഡ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ACWC റെഫേഴ്സ് ടു. ACWC റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? ഏരിയ സൈക്ലോൺ വാർണിംഗ് സെൻറ്ററിനെയാണ്. ഏരിയ സൈക്ലോൺ വാർണിംഗ് സെൻറ്ററിനെയാണ് ACWC റെഫർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമേറ്റ്യൂർ റേഡിയോ ഈസ് ആൾസോ നോൺ ആസ്. അമേറ്റ്യൂർ റേഡിയോ ഈസ് ആൾസോ നോൺ ആസ്. ആൻസർ വരുന്നത് ഹാം റേഡിയോ. ഹാം റേഡിയോ എന്നും അമേറ്റ്യൂർ റേഡിയോനെ പറയപ്പെടാറുണ്ട്, ഹാം റേഡിയോ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ എസെൻഷ്യൽ ടു ദ സാനിറ്ററി മെയിൻ്റനൻസ് ഓഫ് ലാട്രിനസ് ഈസ്. ഒരു എസെൻഷ്യൽ ടു ദ സാനിറ്ററി മെയിൻ്റനൻസ് ഓഫ് ലാട്രിനസ് ഈസ്. ആൻസർ വരുന്നത് സി ആണ്. സീനകത്ത് എന്താ പറയുന്നത്? പ്രോഗ്രാം ഇൻ ലാട്രിൻ യൂസേജ് ആൻഡ് അൺകീപ്പ്. ഓക്കെ. സിക്കകത്ത് ആൻസർ വരുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. സോറി, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ലാട്രിൻ യൂസേജ് ആൻഡ് അപ്കീപ്പ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ലാട്രൈൻ യൂസേജ് ആൻഡ് അപ്കീപ്പ് കേട്ടോ. അങ്ങനെ ഒരു ആൻസർ കാണുകയാണെങ്കിൽ അതിനാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ലാട്രൈൻ യൂസേജ് ആൻഡ് അപ്കീപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു സ്റ്റഡി ദ സ്പീഡ് ഓഫ് വിൻഡ്സ് ഈസ് കോൾഡ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു സ്റ്റഡി ദ സ്പീഡ് ഓഫ് വിൻഡ്സ് ഈസ് കോൾഡ്. ആൻസർ വരുന്നത് ആനിയോമീറ്റർ, എൻമോമീറ്റർ. ഓക്കെ, സോറി, എൻമോമീറ്റർ ആണ് കേട്ടോ. എനിമോമീറ്റർ എന്നോ എൻമോമീറ്റർ എന്നൊക്കെ പറയാം. എനിമോമീറ്റർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻഷുറൻസ് കമ്പനി ഡിസൈഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് എ പോളിസി ഫോർ എ നാച്ചുറൽ ഹസാർഡ് ബൈ ഡാഷ്. ആൻസർ വരുന്നത് ഡി ആണ്. കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോബബിൾ ലോസ് ടൈംസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഇവൻറ്റ്. ഒരു ഇൻഷുറൻസ് കമ്പനി ഡിസൈഡ് ചെയ്യണം ഓൺ ദ കോസ്റ്റ് ഓഫ് എ പോളിസി ഫോർ എ നാച്ചുറൽ ഹസാർഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോബബിൾ ലോസ് ടൈംസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഇവൻറ്റ്. ഓക്കെ, അവർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ദ കോസ്റ്റ് ആൻഡ് പ്രോബിൾ ലോസ് ടൈം ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഇവൻറ്റ്, അതാണ് അവർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ ഈസ് അറ്റ്. ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ എവിടെയാണ്? ആൻസർ വരുന്നത് ബാങ്കോക്കിലാണ് കേട്ടോ. ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ എവിടെയാണ്? ബാങ്കോക്കിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ബിസൈഡ്സ് ടെസ്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഇറ്റ് സെൽഫ് ഇൻസ്പെക്ഷൻസ് ഷുഡ് ബി മെയ്ഡ് ടു ഡിറ്റർമൈൻ. Besides testing the quality of the food itself, inspections should be made to determine. ആൻസർ വരുന്നത് ഡി ആണ്. ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ് കേട്ടോ. ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ്. ബിസൈഡ് ദ ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഇറ്റ് സെൽഫ് ഇൻസ്പെക്ഷൻസ് ഷുഡ് ബി മെയ്ഡ് ടു ഡിറ്റർമൈൻ. ആൻസർ വരുന്നത് എന്താണ്? ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ വാട്ട് മെഷേഴ്സ് ക്യാൻ ബി significantly reduce the impact of disasters on our people. By what measures can we significantly reduce the impact of disaster on our people? ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ബെറ്റർ പ്ലാനിംഗ് ഉണ്ട്, പ്രിപ്പയർനെസ് അവയർനെസ് ഉണ്ട്, മിറ്റിഗേഷൻ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡറിങ് എക്കോളജിക്കൽ ഓർ Organizations range between tops of highest mountains and floor of oceans is classified as. Considering ecological organizations അതുപോലെ തന്നെ range between tops of highest mountains and floor of oceans is classified as. ആൻസർ വരുന്നത് ബയോസ്ഫിയർ ആണ് കേട്ടോ. ബയോസ്ഫിയർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, DDMA is headed by. ആൻസർ വരുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് DDMA ഹെഡ് ചെയ്യുന്നത്. DDMAനെ ഹെഡ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈക്സ് ആൻഡ് ഡാംസ് ആർ ലൈൻഡ് അപ്പ് അലോങ് ദ കോസ്റ്റ് ഓഫ് ദ നെതർലാൻഡ്സ്. ആൻസർ വരുന്നത് ഡി ആണ്. ടു കീപ് ഒഷീൻ വാട്ടർ ഔട്ട് ഓഫ് ദ ലോവർ ലൈങ് ആൻഡ് അത്രേ വരുന്നുള്ളൂ ആൻസർ. ഓക്കെ, ടു കീപ് ഓഷ്യൻ വാട്ടർ ഔട്ട് ഓഫ് ദ ലോവർ ലൈങ് ലാൻഡ്. ഓക്കെ, സോറി, ലാൻഡ് എന്നാണ് കേട്ടോ പറഞ്ഞത്, ആൻഡ് അല്ല. ടു കീപ് ഓഷ്യൻ വാട്ടർ ഔട്ട് ഓഫ് ദ ലോവർ ലൈങ് ലാൻഡ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഡൈക്സ് ആൻഡ് ഡാംസ് ലൈൻഡ് അപ്പ് അലോങ് ദ കോസ്റ്റ് ഓഫ് ദ നെതർലാൻഡ്സ്. ഓക്കെ,
to keep ocean water out of the lower lying land. അടുത്ത question. Ebola virus disease first appeared in the year. Ebola virus disease first appeared in the year. Answer വരുന്നത് 1976 ആണ് കേട്ടോ. Ebola virus disease first appeared in the year 1976 കേട്ടോ. 1976 Ebola virus disease first appear ചെയ്തത്. 1976 കേട്ടോ. അടുത്ത question. Effective hazard management largely rely on. Effective hazard management largely rely on. Answer വരുന്നത് C ആണ്. Pre-disaster planning ആണ്. Pre-disaster planning ആണ് കേട്ടോ. Effective hazard management largely rely on pre-disaster planning. അടുത്ത question. Engineering disaster is simply referred to those disasters when it is caused by an engineering failure. Like. Answer വരുന്നത് D ആണ്. All of the above. Okay. Designing flaws or materials failures, insufficient knowledge or underestimations, അല്ലെങ്കിൽ carelessness or negligence. Okay. All of the above answer വരുന്നത്. അടുത്ത question. First aid kit should contain. First aid kit should contains. Answer വരുന്നത് D ആണ്. All of the above answer വരുന്നത്. First aid kit should contain all of the above. Cotton wool bandage ഉണ്ടാവും, pain reliever ഉണ്ടാവും, medicines ഉണ്ടാവും, scissors ഉണ്ടാവും, gloves ഉണ്ടാവും, antacids ഉണ്ടാവും. Okay. അടുത്ത question. For coordinating disaster management activities for all natural hazards, the nodal agency at the central government is the. Answer A ആണ് വരുന്നത്. Ministry of Home Affairs ആണ് കേട്ടോ. For coordinating disaster management activities for all natural hazards, the nodal agency at the central government is Ministry of Home Affairs ആണ് കേട്ടോ. Ministry of Home Affairs ആണ്. അടുത്ത question. For good land use planning, building should be built. For good land use planning, building should be built. Answer വരുന്നത് C ആണ്. Cയുടെ ആൻസർ എന്ന് പറയുന്നത് based on the chance and consequences of a flood for that particular building. Based on the chance and consequences of a flood for that particular building. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. For good land use planning, building should be built based on the chance and consequence of a flood for a particular building. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. Based on the chance and consequence of a flood for that particular building. അടുത്ത question. Forests clearing by humans or natural causes is classified as. Forests clearing by humans or natural causes is classified as. Answer വരുന്നത് C ആണ്. Deforestation കേട്ടോ. Forest clearing by humans or natural causes is classified as deforestation. അടുത്ത question. If you erect a barrier for protection against some natural event, what is detrimental effect can follow? If you erect a barrier for protection against some natural event, what detrimental effect can follow? എന്താണ് follow ചെയ്യുക? ആൻസർ വരുന്നത് A ആണ്. It can have detrimental effects on other nearby. It can have detrimental effect on other nearby. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത question. In alpine region, reservoirs are created. In alpine region, reservoirs are related. Answer വരുന്നത് A ആണ്. To regulate the flow of melting water from ice fields. To regulate the flow of melting water from ice fields. Okay. Answer വരുന്നത് അതാണ് കേട്ടോ. A ആണ് ആൻസർ വരുന്നത്. അടുത്ത question. In ancient Egypt, the Nile River. In ancient Egypt, the Nile River. Answer വരുന്നത് C ആണ്. Brought nutrients that made the fields fertile. അതെന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. ബ്രൗട്ട് ന്യൂട്രിയൻസ് ദാറ്റ് മെയ്ഡ് ദ ഫീൽഡ്സ് ഫെർട്ടൈൽ. ആ ഫീൽഡുകൾ ഫെർട്ടൈൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മിറ്റിഗേഷൻ മെഷേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബി ആണ്. കമ്മ്യൂണിറ്റി ആക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കമ്മ്യൂണിറ്റി ആക്ഷനും അഡ്മിനിസ്ട്രേഷനും ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി ആക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ മിറ്റിഗേഷൻ മെഷർ ചെയ്യുന്നത്, ഇൻവോൾവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ആർ കോൾഡ്. ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള മെമ്പേഴ്സിനെ ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ആർ കോൾഡ്. ആൻസർ വരുന്നത് ഇൻ്റർ സ്പെസിഫിക് ഇൻറ്ററാക്ഷൻസ് ആണ് അതിൻ്റെ ഇടയിൽ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ wherever necessary send to disaster affected areas. ആൻസർ വരുന്നത് D ആണ്. All of the above ആണ് കേട്ടോ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ wherever necessary send to disaster affected areas. ഡിസാസ്റ്റർ എഫക്റ്റ് ചെയ്തിട്ട് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കോർഡിനേഷൻ കൊടുക്കാറുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? ഓൾ ഓഫ് ദ എബോവ് ഉണ്ടോ? അതിനകത്തെല്ലാം ഉണ്ട്. കോർഡിനേഷൻ ഇറ്റ് ഇസ് കണ്ടെയ്ൻ സാറ്റലൈറ്റ് ഫോൺസ് ഉണ്ടാവും, മെഡിസിൻസ് ഫോർ എഫക്റ്റഡ് പീപ്പിൾസിന് അതുപോലെ ഉണ്ടാവും, പ്രൊവൈഡ്സ് റിലീഫ് മെഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ഡിസാസ്റ്റർ റിസർവ് ഫണ്ട് ഈസ് ദ റിസൾട്ട് ഓഫ്. നാഷണൽ ഡിസാസ്റ്റർ റിസർവ് ഫണ്ട് ഈസ് ദ റിസൾട്ട് ഓഫ്. ആൻസർ വരുന്നത് ബി ആണ്.
11th ഫിനാൻസ് കമ്മീഷനാണ് കേട്ടോ. 11th ഫിനാൻസ് കമ്മീഷനാണ് കേട്ടോ. നാഷണൽ ഡിസാസ്റ്റർ റിസർവ് ഫണ്ട്സ് ഇൻ ദ റിസൾട്ട് ഓഫ് 11th ഫിനാൻസ് കമ്മീഷൻ. 11th ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാഷണൽ ഡിസാസ്റ്റർ റിസർവ് ഫണ്ട് ഉണ്ടാവാൻ കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ ഓർഡർ ടു മിറ്റിഗേറ്റ് എർത്ത് ലൈക്ക് ഡിസാസ്റ്റർ ഈസ് ഗിവൺ ആൽസോ ടു പ്രൊട്ടക്റ്റ്. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ഉണ്ടോ. സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ ഓർഡർ ടു മിറ്റിഗേറ്റ് എർത്ത് ലൈക്ക് ഡിസാസ്റ്റേഴ്സ് ഈസ് ഗിവൺ ആൽസോ ടു പ്രൊട്ടക്റ്റ് ഹെറിറ്റേജ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ ബിൽഡിങ്സ് ഓഫ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ്, അതുപോലെ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറീസ്. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ആർ എലമെൻറ്റ്സ് ഓഫ് ഹൈ കാറ്റഗറി ഓഫ് റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ്. ആൻസർ വരുന്നത് ബി ആണ്, ഫിസിക്കൽ മെഷേഴ്സ് ആണ് കേട്ടോ. സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ആർ എലമെൻറ്റ്സ് ഓഫ് ഹൈ കാറ്റഗറി ഓഫ് റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് ആണ്. ആൻസർ വരുന്നത് എന്താണ്? ബി ആണ്, ഫിസിക്കൽ മെഷേഴ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The causes of catastrophic events continue to increase primarily because dash. ആൻസർ വരുന്നത് എ ആണ്. More people are moving into more hazardous areas. More people are moving into more hazardous areas. The causes of catastrophic events continue to increase primarily because more people are moving into more hazardous areas ലേക്ക് പോകുന്നതുകൊണ്ട്. ആൻസർ അതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The first phase of environmental health management begins. The first phase of environmental health management begins A ആണ് ആൻസർ വരുന്നത്. Long before a disaster strikes. Long before a disaster strikes ആണ് ആൻസർ വരുന്നത്. First phase of environmental health management begins long before a disaster strikes. Long before a disaster strikes. അടുത്ത ക്വസ്റ്റ്യൻ. The main objective of first aid. The main objective of first aid എന്താണ്? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The role of which agency is important in disaster prevention? The role of which agency is important to disaster prevention? ആൻസർ വരുന്നത് മീഡിയ ആണ്. റോൾ ഓഫ് വിച്ച് ഏജൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. ഡിസാസ്റ്റർ പ്രിവെൻഷനിൽ ഏറ്റവും മികച്ചൊരു ഏജൻസി എന്ന് പറയുന്നത് മീഡിയ തന്നെയാണ്. മീഡിയയാണ് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഡിസാസ്റ്റർ ഓൺ എ സൊസൈറ്റി? ഒരു സൊസൈറ്റിയിലുള്ള ഡിസാസ്റ്ററിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടു ബി ടേക്കൺ ഇൻ കമ്മ്യൂണിറ്റി ലെവൽ ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്? ആൻസർ വരുന്നത് ഡി തന്നെയാണ്, ഓൾ ഓഫ് ദ എബോവ്. ഒരുപാട് ഓൾ ഓഫ് ദ എബോവ് ആൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ചിലത് നമ്മൾ നോക്കി വെക്കണം, ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കില്ല, ചിലത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടു ബി ടേക്കൺ ടു ഇൻ കമ്മ്യൂണിറ്റി ലെവൽ ഓഫ് ദ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്? ഓൾ ഓഫ് ദ എബോവ് ഉണ്ടോ. ലാൻഡ് യൂസ് പ്ലാനിംഗ് ഉണ്ട്, പ്രൊവിഷൻസ് ഓഫ് ഏർലി ആൻഡ് ടൈംലി വാർണിംഗ്സ് ഉണ്ട്, ഇൻക്രീസ്ഡ് അവയർനെസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മെയിൻ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്? വാട്ട് ആർ ദ മെയിൻ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്? ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്? ആൻസർ വരുന്നത് ഡി ആണ്. സെർച്ച് ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, കാഷ്വാലിറ്റി മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ ഹസാർഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്? ഏതാണ്? വാട്ട് ആർ ദ മേജർ ഹസാർഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ്. റിക്കവറി, റെസ്പോൺസ്, പ്രിപ്പയർഡ്നെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓറിയൻറ്റഡ് ടു മിറ്റിഗേഷൻ മെഷേഴ്സ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്? ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് എ ആൻഡ് ബി. വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓറിയൻറ്റഡ് ടു മിറ്റിഗേഷൻ മെഷേഴ്സ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്? ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ബി. എന്തൊക്കെയാണ്? കമ്മ്യൂണിറ്റി മിറ്റിഗേഷൻ മെഷേഴ്സും പബ്ലിക് മിറ്റിഗേഷൻ മെഷേഴ്സും. ഓക്കെ, കമ്മ്യൂണിറ്റിയും പബ്ലിക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റോൾസ് ഓഫ് NGOs ഇൻ ഡിസാസ്റ്റർ റിലേറ്റഡ് പ്രിപ്പയർഡ്നെസ് സ്റ്റേജ്? വാട്ട് ആർ ദ റോൾസ് ഓഫ് NGOs ഡിസാസ്റ്റർ റിലേറ്റഡ് പ്രിപ്പയർഡ്നെസ് സ്റ്റേജിൽ? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് ഉണ്ട്, ഫോമിംഗ് ആൻഡ് ട്രെയിനിങ് DNTs ഉണ്ട്, ഇൻട്രൊഡ്യൂസിങ് ആൾട്ടർനേറ്റീവ് ടെക്നോളജീസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ടെക്നോളജീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് സുനാമി? വാട്ട് ആർ ദ technologies involved in the detection of the tsunami? ആൻസർ വരുന്നത് ഡി ആണ്. സാറ്റലൈറ്റ്സ് ടു പ്രൊവൈഡ് വാർണിംഗ്സ് ഓഫ് സുനാമി, മൈജനിക് എർത്ത് ഗേക്സ്, അതുപോലെ സുനാമി ഡിറ്റക്ടേഴ്സ് ലിങ്ക്ഡ് ടു ലാൻഡ് ബൈ സബ്മറൈൻ കേബിൾസ്, കോസ്റ്റൽ ടൈഡൽ. ഓൾ ഓഫ് ദ എബോവ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 3 phases ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിംഗ്? വാട്ട് ആർ ദ 3 phases ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിംഗ്? ആൻസർ വരുന്നത് എ ആണ്, പ്രിപ്പറേഷൻ, റെസ്പോൺസ് ആൻഡ് റിക്കവറി. നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ക്യാൻ ഹാപ്പൻ ടു മേക്ക് എ മോഡറേറ്റ് സൈസ് ഇവൻറ്റ് ഇൻ ടു എ ലാർജ് നാച്ചുറൽ ഡിസാസ്റ്റർ?
വാട്ട് ക്യാൻ ഹാപ്പൻ ടു മേക്ക് എ മോഡറേറ്റ് സൈസ് ഇവൻറ്റ് ഇൻ ടു എ ലാർജ് നാച്ചുറൽ ഡിസാസ്റ്റർ? ആൻസർ വരുന്നത് ബി ആണ്. ഓവർലാപ്പിംഗ് ഇവൻറ്റ്സ് ദാറ്റ് ആംപ്ലിഫൈ ദ എഫക്റ്റ്. ഓക്കെ, ഓവർലാപ്പിംഗ് ഇവൻറ്റ്സ് ദാറ്റ് ആംപ്ലിഫൈ ദ എഫക്റ്റ്. ഓവർലാപ്പിംഗ് ഇവൻറ്റ്സ് ദാറ്റ് ആംപ്ലിഫൈങ് ദ എഫക്റ്റ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഒരു മോഡറേറ്റ് സൈസ് ഇവൻറ്റ് ഇൻ ടു എ ലാർജ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓവർലാപ്പിംഗ് ഇവൻറ്റ്സ് ദാറ്റ് ആംപ്ലിഫൈ ദ എഫക്റ്റ്, അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ അക്രോണിം ISDR സ്റ്റാൻഡ്സ് ഫോർ? വാട്ട് ഡസ് ദ അക്രോണിം ISDR സ്റ്റാൻഡ്സ് ഫോർ? ആൻസർ വരുന്നത് സി ആണ്. ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ. ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ. വാട്ട് ഡസ് ദ അക്രോണിം ISDR സ്റ്റാൻഡ്സ് ഫോർ? ആൻസർ വരുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് നാച്ചുറൽ ഹസാർഡ് ആർ നോട്ട് നോർമലി ഇൻഷുറബിൾ? വാട്ട് കൈൻഡ് ഓഫ് നാച്ചുറൽ ഹസാർഡ് ആർ നോട്ട് നോർമലി ഇൻഷുറബിൾ? ഏത് കൈൻഡ് ഓഫ് നാച്ചുറൽ ഹസാർഡാണ് നോർമലി ഇൻഷുറബിൾ അല്ലാത്തത്? ആൻസർ വരുന്നത് സി ആണ്. ലാൻഡ് സ്ലൈഡ്സ് കേട്ടോ. ലാൻഡ് സ്ലൈഡ്സ് എന്തല്ല, നോട്ട് നോർമലി ഇൻഷുറബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല ലാൻഡ് സ്ലൈഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് കവേർഡ് ബൈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ എ ഡിസാസ്റ്റർ? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. എമർജൻസി റെസ്പോൺസിൻ്റെ മിറ്റിഗേഷൻ ഉണ്ട്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജൻസീസ് ആർ ദ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ ഓഫീസേഴ്സ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ? ആൻസർ വരുന്നത് ബി ആണ്. NDMA ആണ് കേട്ടോ. NDMA ആണ് ഒരു ഓർഗനൈസേഷൻ. ഇത് അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് NDMA ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഷാൾ ബി ദ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിറ്റുവേഷൻ? ഹൂ ഷാൾ ബി ദ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിറ്റുവേഷൻ? ആൻസർ വരുന്നത് ബി ആണ്. കമ്മ്യൂണിറ്റി ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ ഭാര്യ ആരോഗ്യ നാഷണൽ ഫ്ലൂഡ് കമ്മീഷനാണ് ഐഡൻറ്റിഫൈഡ് ഡാഷ് മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആസ് ഫ്ലൂഡ് പ്രോൺ ഇൻ ഇന്ത്യ? ആൻസർ വരുന്നത് 40 ആണ്. രാഷ്ട്രീയ ഭാര ആരോഗ്യ നാഷണൽ ഫ്ലൂഡ് കമ്മീഷൻ ഐഡൻറ്റിഫൈഡ് 40 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആസ് ഫ്ലൂഡ് പ്രോൺ ഇൻ ഇന്ത്യ. 40 ആണെന്ന് ആലോചിക്കാം കേട്ടോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 40 ആണെന്ന് ആലോചിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൽബൈ സഗി ഈസ് എ കൈൻഡ് ഓഫ് തണ്ടർ സ്റ്റോം വിറ്റ്നസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ്? എവിടെയാണ്? സി ആണ് ആൻസർ വരുന്നത്. ആസാം, ത്രിപുര ആൻഡ് വെസ്റ്റ് ബംഗാൾ. ആസാം, ത്രിപുര ആൻഡ് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ആസാം, ത്രിപുര ആൻഡ് വെസ്റ്റ് ബംഗാളിലാണുള്ളത്. ആസാമുണ്ട് ആലോചിക്കാം, ത്രിപുര ഉണ്ട്, വെസ്റ്റ് ബംഗാളും ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ഓഫേർഡ് ബൈ? ആൻസർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ഓഫേർഡ് ബൈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1996 to 2000 ദ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ലോസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഡിസാസ്റ്റർ വാസ്? ആൻസർ വരുന്നത് ബി ആണ്. 2.25% ആണ്. അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1996 to 2000 ദ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ലോസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ് വാസ് എന്താണ്? 2.25% ആണ്. 2.25 ആണെന്ന് ആലോചിക്കുക. ആന്ധ്രാപ്രദേശ് വാസ് സിവിയർലി ബാറ്റേർഡ് ബൈ എ സൈക്ലോണിക് സ്റ്റോം കിൽഡ് മോർ ദാൻ 10,000 lives on? ആന്ധ്രാപ്രദേശ് വാസ് സിവിയർലി ബാറ്റേർഡ് ബൈ എ സൈക്ലോണിക് സ്റ്റോം കിൽഡ് മോർ ദാൻ 10,000 lives on? ആൻസർ വരുന്നത് ബി ആണ്. 15/11/1977 ഡിസംബർ 15-നാണ്. ഡിസംബറിലല്ല, നവംബറിലാണ്. നവംബർ 15, 1977 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശ് എവിടെയാണ്? ബി, ഈസ്റ്റ് കോസ്റ്റിലാണ് ആന്ധ്രാപ്രദേശ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ഈസ് ഇൻ ഈസ്റ്റ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 484ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂജ് എർത്ത് ക്വേക്ക് എന്നാണ് ഒക്കർ ചെയ്തത്? ആൻസർ വരുന്നത് ബി ആണ്. 26 January 2001. അടുത്ത ക്വസ്റ്റ്യൻ, 484ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂജ് എർത്ത് ക്വേക്ക് എന്നാണ് ഒക്കർ ചെയ്തത്? ആൻസർ വരുന്നത് ബി ആണ്. 26 January 2001 കേട്ടോ. 26 January 2001 ഭൂജ് എർത്ത് ക്വേക്ക് ഒക്കർ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ നമ്പർ ഓഫ് നാഷണൽ ഹൈവേ ഇൻ ത്രിപുര? ത്രിപുരയിലെ നാഷണൽ ഹൈവേയുടെ നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നത്. ആൻസർ ബി ആണ്. 44 കേട്ടോ. ത്രിപുരയിലുള്ള നാഷണൽ ഹൈവേ
ഇൻ ത്രിപുര നമ്പർ ചൂസ് ചെയ്യാൻ 44 ത്രിപുരയിലുള്ള നാഷണൽ ഹൈവേയുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, H1N1 വൈറസ് ഈസ്. H1N1 വൈറസ് എന്ന് പറയുന്നത് സ്വൈൻ ഫ്ലൂ ആണ് കേട്ടോ. സ്വൈൻ ഫ്ലൂ ആണ്. ആൻസർ ബി ആണ് വരുന്നത്. സ്വൈൻ ഫ്ലൂ ആണ് കേട്ടോ H1N1. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈ ഇൻറ്റൻസിറ്റി ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ ഇൻ ത്രിപുര കോസസ്. ഹൈ ഇൻറ്റൻസിറ്റി ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ ഇൻ ത്രിപുര കോസസ്. ആൻസർ വരുന്നത് ബി ആണ്, ഫ്ലൂഡ്സ് കേട്ടോ. അധികം ഓവറായിട്ടുള്ള റെയിൻഫോളും അതുപോലെ തന്നെ ലോങ് ഇൻറ്റൻസിറ്റിയും എന്ത് ചെയ്യും, ഫ്ലൂഡ്സിലേക്ക് നയിക്കുന്നതാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ട്സ്പോട്ട് ഓഫ് ലാൻഡ്സ്ലൈഡ് ഇൻ ഇന്ത്യ ഈസ്. ഹോട്ട്സ്പോട്ട് ഓഫ് ലാൻഡ്സ്ലൈഡ് ഇൻ ഇന്ത്യ ഈസ്. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. ഇന്തോനേഷ്യയിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ഹിമാലയൻ വാലീസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബ്ലോക്സ് ആർ ദർ ഇൻ ത്രിപുര. എത്ര ബ്ലോക്സ് ആണ് ത്രിപുരയിലുള്ളത്? ആൻസർ ബി ആണ്, 58 ആണ് കേട്ടോ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ഇൻ ത്രിപുര. എത്ര ഡിസ്ട്രിക്റ്റ് ആണ് ത്രിപുരയിലുള്ളത്? ആൻസർ വരുന്നത് ബി ആണ്, 8 ഡിസ്ട്രിക്ട്സ് ആണ് ത്രിപുരയിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സബ് ഡിവിഷൻസ് ഇൻ ത്രിപുര. എത്ര സബ് ഡിവിഷൻസ് ആണ് ത്രിപുരയിലുള്ളത്? ആൻസർ വരുന്നത് ബി ആണ്, 23 സബ് ഡിവിഷൻസ് ആണ് ത്രിപുരയിലുള്ളത് കേട്ടോ. 23 സബ് ഡിവിഷൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ് ത്രിപുര. അതുപോലെ ഡിസ്ട്രിക്ട്സ് 8 ആണുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്സ് എന്ന് പറയുന്നത് 58 ആണ് കേട്ടോ. 58 ബ്ലോക്സ് ഉണ്ട്, 8 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഡിവിഷൻസ് എത്രയാണുള്ളത്? 23 ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഓഫ് ഇന്ത്യാസ് കോസ്റ്റ് ലൈൻ ഈസ് വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ്. ഹൗ മച്ച് ഓഫ് ഇന്ത്യാസ് കോസ്റ്റ് ലൈൻ ഈസ് വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ്. ആൻസർ 5700 കിലോമീറ്റർ ആണ്. ഒരു അപ്രോക്സിമേറ്റ്ലി 5700 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ലാൻഡ് ഈസ് പ്രോൺ ടു എർത്ത് ക്വേക്സ്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ലാൻഡ്സ് ഈസ് പ്രോൺ ടു എർത്ത് ക്വേക്സ്. ആൻസർ വരുന്നത് സി ആണ്, 59% ആണ്. 59% ആണ് എന്ത്, ഇന്ത്യൻ ലാൻഡ് ഈസ് പ്രോൺ ടു എർത്ത് ക്വേക്ക്. ഇന്ത്യൻ ലാൻഡ് പ്രോൺ ടു എർത്ത് ക്വേക്സ് ഈസ് 59% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ആൻസർ ഡി ആണ്, ന്യൂഡൽഹി. നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ സുനാമി വാർണിംഗ് സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സുനാമി വാർണിംഗ് സെൻറ്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഹൈദരാബാദിലാണ് കേട്ടോ. ഹൈദരാബാദിലാണ് സുനാമി വാർണിംഗ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ സൈക്ലോൺ ഈസ് ട്രാക്ക്ഡ് ത്രൂ വിച്ച് സാറ്റലൈറ്റ്. ഇൻ ഇന്ത്യ സൈക്ലോൺ ഈസ് ട്രാക്ക്ഡ് ത്രൂ വിച്ച് സാറ്റലൈറ്റ്. ആൻസർ വരുന്നത് എ ആണ്, INSAT ആണ്, ഇൻസാറ്റ് ആണ് കേട്ടോ. ഇൻ ഇന്ത്യ സൈക്ലോൺ ഈസ് ട്രാക്ക്ഡ് ത്രൂ വിച്ച് സാറ്റലൈറ്റ്. ഇൻസാറ്റിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, സൈക്ലോൺ ട്രാക്ക്ഡ് ത്രൂ സാറ്റലൈറ്റിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഡാമേജസ് കോസ്ഡ് ബൈ ഫ്ലൂഡ് ഹസാർഡ്സ്. ഇൻ ഇന്ത്യ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഡാമേജ് കോസ്ഡ് ബൈ ഫ്ലൂഡ് ഹസാർഡ്സ് എന്ന് പറയുന്നത് ബി ആണ്, ബീഹാർ ആണ് കേട്ടോ. ആൻസർ വരുന്നത് ബീഹാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ത്രിപുര ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി SEC ഈസ് ഹെഡഡ് ബൈ. ചീഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ചീഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി SEC ഈസ് ഹെഡഡ് ബൈ ചീഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ത്രിപുരയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ത്രിപുര വിച്ച് നോഡൽ ഏജൻസി പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിംഗ് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് കണ്ടക്ടിംഗ് മോക്ക് ഡ്രിൽസ് അറ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് ബ്ലോക്ക് ലെവൽസ്. ഇൻ ത്രിപുര വിച്ച് നോഡൽ ഏജൻസി പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിംഗ് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് കണ്ടക്ടിംഗ് മോക്ക് ഡ്രിൽസ് അറ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് ബ്ലോക്ക് ലെവൽസ്. ആൻസർ വരുന്നത് എ ആണ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ത്രിപുരയിൽ ഏത് നോഡൽ ഏജൻസിയാണ് പ്ലേ ചെയ്യുന്നത് ക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിംഗ് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് കണ്ടക്ടിംഗ് മോക്ക് ഡ്രിൽസ് അറ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് ബ്ലോക്ക് ലെവൽസിൽ? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് കേട്ടോ നൽകുന്നത്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് ഇൻ ഇന്ത്യ ഫ്ലൂഡ്സ് ആർ ലൈക്ലി ടു ഒക്കർ. ഏത് മന്താണ് ഇന്ത്യയിൽ ഫ്ലൂഡ്സ് ആർ ലൈക്ലി ടു ഒക്കർ? ആൻസർ സി ആണ്, മെയ് ഒക്ടോബറിലാണ്. മെയ് ടു ഒക്ടോബറിലാണ് ഏറ്റവും കൂടുതലും ഫ്ലൂഡ്സ് ഉണ്ടാവാറുള്ളത്. മെയ് ടു ഒക്ടോബർ ആ ടൈമിലാണ് മഴ കൂടുതലായിട്ട് ഉണ്ടാവാറ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? സി ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. 500 ക്വസ്റ്റ്യനോളായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസിൽ. 5ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സാംസിനൊക്കെ ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.